ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ Q&A സെക്ഷനാണ് ട്യൂസ്ഡേയിലെത്താം. അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് ഇടാം. കഴിഞ്ഞ ആഴ്ച വന്നതും പിന്നെ കുറെ കാലങ്ങളായിട്ട് ഇനി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്റെ ചുണ്ട് എങ്ങനെ പിങ്ക് കളറാക്കാം, എങ്ങനെ ചുവപ്പിക്കാം ഉള്ളതായിട്ട് വരുന്നുണ്ട്. ഗേൾസും അതിൽ ബോയ്സും ഒരുപോലെ ചോദിക്കുന്ന വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ് അത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അത് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ലിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനേക്കാളും ഫേസിന്റെ സ്കിന്നിനേക്കാളും ലിപ്പിന്റെ സ്കിൻ എന്ന് വെച്ചാൽ ഭയങ്കര തിക്നെസ് കുറവാണ്. നമ്മുടെ ഫേഷ്യൽ സ്കിൻ ഒരു 14 ലെയർ വരുമ്പോഴത്തേക്ക് നമ്മുടെ ലിപ്പിന്റെ സ്കിൻ വരുമ്പോൾ ഒരു 7 ലെയറൊക്കെ മാക്സിമം ഉണ്ടാവത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ ഫേസിലെ സ്കിന്നിനകത്ത് ഒരുപാട് സെബേഷ്യസ് ഗ്ലാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലിപ്പിന്റെ സ്കിന്നിലോട്ട് പോകുമ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ് വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട് ഫേസിന്റെ സ്കിന്നിനും ലിപ്പിന്റെ സ്കിന്നിനും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കളർ പിഗ്മെന്റേഷനിൽ തന്നെ വ്യത്യാസമുണ്ട്. നമ്മുടെ ലിപ്പിന്റെ സ്കിന്നിന് കുറച്ചും കൂടെ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഈ അടുത്ത് കളറിലോട്ട് വരാം. ഈ പിങ്ക് കളർ എന്നുള്ളത് ഒരിക്കലും ഒരു ഇന്ത്യൻ കോൺസെപ്റ്റോ അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻ കോൺസെപ്റ്റോ അല്ല. ഇത് നമ്മുടെ വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്ന പോലെ ഈ ഒരു പിങ്ക് ലിപ്പ് എന്ന് പറയുന്നത് വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ വേറെയുള്ള രാജ്യങ്ങളുടെ കുറെ കൾച്ചറുകളിൽ നിന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യൻ സ്കിന്നിലുള്ള ആൾക്കും പിങ്ക് ലിപ്സ് കിട്ടുക എന്ന് വെച്ചാൽ അത് ഹെറിഡിറ്ററി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് നാച്ചുറലി എപ്പോഴും ഒരു ബ്രൗണിഷ് കളർ ലിപ്പായിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ ഗം പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഗമ്മിന്റെ കളറില്ല, ഒരു പിങ്ക് കളർ പറയുമ്പോഴത്തേക്ക് ഗം എപ്പോഴും പിങ്ക് ആയിരിക്കണമെന്നില്ല. ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, ബ്ലാക്ക്, ഈ ഒരു കളർ ചേഞ്ച് നമുക്ക് നമ്മുടെ ഗമ്മിന്റെ അവിടെ വരുന്ന പോലെ ലിപ്പിന്റെ കളർ പിങ്ക്, ബ്രൗൺ, അതല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ, ലൈറ്റ് പിങ്ക്, അങ്ങനെ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ആർക്കും നാച്ചുറൽ ആയിട്ട് പിങ്ക് ലിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ ബ്ലേഡിങ്ങിൽ കൂടെ പിങ്ക് ലിപ്പ് വരുത്താന്നല്ലാണ്ട് ഒരു ക്രീമോ സെറമോ അല്ലെങ്കിൽ ലിപ് ബാമോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും കളർ ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം ലിപ്പിൽ. ഒന്നാമത്തേന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ ഇൻടേക്ക് ഉണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഡ്രൂളിംഗ് എഫക്റ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് ലിപ്പ് ലിക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൺ ഡാമേജ് കാരണം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിപ് ബാമോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ കാരണമൊക്കെ നമുക്ക് ലിപ്പിന് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അത് മാറ്റാനായിട്ട് പറ്റും. ആ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ലിപ്പിന്റെ കളർ ഒന്ന് ചേഞ്ച് ആവുകയും ചെയ്യും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്കാം. ഫസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എന്തുകൊണ്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നു എന്ന് നോക്കണം. ഇപ്പൊ എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നുകൊണ്ടിരുന്നത് സൺ ഡാമേജ് കാരണം കൊണ്ടും പ്രോപ്പറായിട്ട് ലിപ്പ് ഹൈഡ്രേറ്റ് ചെയ്യാത്തത് കൊണ്ടുവരുന്നു എനിക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നു. അപ്പൊ ഞാൻ ഈ രണ്ട് സിറ്റുവേഷനും ക്ലാരിഫൈ ചെയ്തപ്പോൾ എന്റെ ലിപ്പ് നോർമലി എനിക്കൊരു ലൈറ്റ് ബ്രൗൺ കളറാണ്, ആ കളറിലോട്ട് പോയി. എനിക്കൊരിക്കലും ലിപ്പ് ഒരു പിങ്ക് കളർ ലിപ്പ് എനിക്കില്ല. എൻ്റെ ഒരു ലൈറ്റിഷ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു പെയിൽ കളർ ലിപ്പാണ് എനിക്കുള്ളത്. അപ്പൊ എനിക്ക് ആ കളർ കിട്ടി. അപ്പൊ ഞാൻ ഹൈഡ്രേഷൻ വേണ്ടി നല്ല ലിപ് ബാം യൂസ് ചെയ്തു. ഞാൻ യൂസ് ചെയ്ത ഹൈഡ്രേഷൻ വേണ്ടി യൂസ് ചെയ്ത അക്വലോജിക്കയുടെ ലിപ് മാസ്കും, പിന്നെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ബയോകൂളിന്റെ ഒരു ലിപ് മാസ്കാണ്. ഞാൻ ഒപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്റെ ഫോട്ടോ എങ്ങനെ സൈഡ് വെക്കാം. അപ്പൊ ബയോകൂളിന്റെ ലിപ് ബാമും അക്വലോജിക്കയുടെ ലിപ് ബാമും ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ അക്വലോജിക്കയുടെ ലിപ് ബാം നമ്മുടെ ലെനേജ് എന്ന് പറയുന്ന അറിയായിരിക്കുമല്ലോ, ടോണർ, നമ്മുടെ എന്റെ ഫേവറേറ്റ് ആണ്. അവരുടെ തന്നെ ഒരു ലിപ് ബാം ആണ്. പക്ഷെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് അതിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ എന്ന് പറയാം അക്വലോജിക്കൽ. രണ്ടും ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഒക്കെ വ്യത്യാസമാണെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അക്വലോജിക്കൽ ലിപ് മാസ്ക് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്റെ ഡാർക്ക്നെസ് മാറ്റാനായിട്ട്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് SPF ഉള്ള ലിപ് ബാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം സൺ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിനിമം SPF 15 to 30 അല്ലെങ്കിൽ 30 ലിപ് ബാം ഉള്ള SPF ഉള്ള ലിപ് ബാമുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പണ്ടത്തെ പോലെ ഇപ്പൊ SPF ഉള്ള ഒരുപാട് ലിപ് ബാം അവൈലബിൾ ആണ്. സെബാബെഡ്, ഡീകൺസ്ട്രക്ട്, നമ്മുടെ ഡോട്ട് ആൻഡ് ഗീൽ ഉണ്ട്, മിനിമലിസ്റ്റിൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് ലിപ് ബാം. ഇത് ഈ നാലെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബേസിക് സാധനങ്ങളാണ്. ഈ നാലെണ്ണം എടുത്തു പറഞ്ഞത്. അക്വലോജിക്കയുടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 5 സാധനം ഞാൻ ബേസിക്കലി യൂസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലാണ്ട് ഒരുപാട് ലിപ് ബാമുകൾ SPF ഉള്ളതുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടും. പ്രൈമറി സൺ പ്രൊട്ടക്ഷൻ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് എനിക്ക് ഈ രണ്ട് പ്രശ്നം കഴിഞ്ഞപ്പോൾ എനിക്കുള്ള, ഞാൻ പറഞ്ഞില്ല, എന്റെ പ്രശ്നം മാറി എന്നുള്ളത്. അതല്ല വീണ്ടും നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ നിൽക്കാന്നുണ്ടെങ്കിൽ കോജിക് ആസിഡ് ഉള്ള ലിപ് ബാമോ യൂസ് ചെയ്ത്, വിറ്റാമിൻ സി ഉള്ള ലിപ് ബാംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. കോജിക് ആസിഡ് ഉള്ളതാണെങ്കിൽ നമുക്ക്
ഓക്കെ, ഡെർമക്കോഡ് ലിപ് ബാമിനകത്ത് കോജിക് ആസിഡ് ഉണ്ട്, പക്ഷെ അത് SPF ഉണ്ട്. വേണമെങ്കിൽ മോർണിംഗ് നൈറ്റ് നിങ്ങൾക്ക് ഒരെണ്ണം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ L-ascorbic ആസിഡ് ലിപ് ബാം ഉണ്ട്. ഈ L-ascorbic ആസിഡ് ഓൾമോസ്റ്റ് 8% ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പീലിംഗ് എഫക്റ്റ് കിട്ടും. പിന്നെ ഇത് എനിക്ക് മിനിമലിസ്റ്റ് ആയി കാണുമെന്നൊന്നും എനിക്കറിയാം, പക്ഷെ എപ്പോഴെങ്കിലും അവർ ലൈക്ക് ചിലപ്പോൾ റിവ്യൂസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഷോർട്ടിൽ പറയാം. സംഭവം എന്ന് വെച്ചാൽ അവർ ലിപ് ബാം പൊളിയാണ്, പക്ഷെ ചില സമയത്ത് അതിങ്ങനെ ലൈക്ക് നമ്മളൊന്ന് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും. കാരണം അതിന്റെ സെറമും അതിന്റെ ബേസും തമ്മിൽ സെപ്പറേറ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ സൂപ്പർ ലിപ് ബാം ആണ്. രണ്ട് ലിപ് ബാം, അവരുടെ SPF ലിപ് ബാം നല്ലതാണ്, അവരുടെ നൈറ്റിലുള്ള L-ascorbic ആസിഡ് ലിപ് ബാം നല്ലതാണ്. അത് ലൈക്ക് SPF ലിപ് ബാം മോർണിംഗ് യൂസ് ചെയ്യും. ഈ L-ascorbic ആസിഡ് നമ്മൾ അടിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ആ എഫക്റ്റ് കിട്ടുകയും ചെയ്യും ലിപ്പിന്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് ഏതെങ്കിലും ലിപ് ബാം യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റിയിട്ട് നമ്മുടെ നാച്ചുറൽ കളർ കിട്ടും. ഇത് ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എങ്ങനെ കളർ മാറ്റും. ഇനി നിങ്ങൾ ചെയ്തുകൂടാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഒരിക്കലും ലിപ് സ്ക്രബുകൾ ലിപ്പിൽ യൂസ് ചെയ്യരുത്. ബിക്കോസ് ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഒരിക്കലും ഒരു നമ്മുടെ ഫേസിന്റെ സ്കിൻ പോലെ അല്ല നമ്മുടെ ലിപ്പിന്റെ സ്കിൻ. ഭയങ്കര തിന്നാണ്, ലെയർ കുറവാണ്. അപ്പൊ ഫേഷ്യൽ സ്കിന്നിൽ തന്നെ ഒരിക്കലും സ്ക്രബ് യൂസ് ചെയ്യരുത് എന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പൊ പിന്നെ നമ്മുടെ ലിപ്പിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാവരും ചോദിക്കും, അപ്പൊ ഞാൻ ഈ പീലിംഗ് എഫക്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണം. നമ്മുടെ വാസലിന്, സാധാരണ വാസലിൻ അത് യൂസ് ചെയ്താൽ മതി. അത് ഇടുമ്പോൾ തന്നെ കുറെ നമ്മുടെ ലിപ്പിന് ഹൈഡ്രേഷൻ വരുമ്പോൾ ഹൈഡ്രേഷൻ ആ പീലിംഗ് തനിയെ മാറ്റി തരികയാണ് ചെയ്യുന്നത്. ആ പീലിംഗ് വലിച്ചെടുക്കാൻ നിൽക്കരുത്, സ്ക്രബ് ചെയ്ത് കളയാൻ നിൽക്കരുത്. അത് ഉപ്പായിക്കോട്ടെ, ഉപ്പ് സത്യമാണ്, ഉപ്പിനൊരു ഹാംഫുൾ എഫക്റ്റ് ഉള്ള സാധനമാണ്, നമ്മൾ കഴിക്കുന്ന സാധനം. പക്ഷെ അത് നമ്മളെ തിന്നായിട്ടുള്ള ലിപ്പിലിട്ട് ഒരയ്ക്കുമ്പോഴത്തേക്ക് അത് അവിടെ നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. മാത്രമല്ല ലോങ് റണ്ണിൽ ഈ ഇറിറ്റേഷനും സൺ ഡാമേജും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാൻ വേറെ എങ്ങോട്ടും പോകണ്ട, ഈ ഒരു സംഭവം ചെയ്താൽ മതി. അപ്പൊ അതാണ് നമ്മൾ ലിപ്പിനെ പറ്റി ചോദിക്കാൻ പറയാനുള്ളത്. ഫസ്റ്റ് വെച്ചാൽ പിങ്ക് ലിപ്പ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. നമ്മുടെ നാച്ചുറൽ ലിപ് കളർ മാത്രമേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റൂ. പിന്നെ ഒബ്വിയസ്ലി ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്ത് ഹൈപ്പർ പിഗ്മെന്റേഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിനകത്തുള്ളത്. രണ്ടാമത് കൂടുതലും ചോദിച്ച ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യനുകളിൽ ഒന്നായിരുന്നു ഡാൻഡ്രഫ് എങ്ങനെ മാറ്റാന്നുള്ളത്. നമ്മൾ ഡാൻഡ്രഫ് ഹെയറിൽ നോർമലായിട്ട് വരുന്നത്, നോർമലായിട്ടുള്ളത് ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാർക്കൊക്കെയാണ് കൂടുതലും ഡാൻഡ്രഫ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഫംഗസ് ആണ്. അപ്പൊ ഈ ഫംഗസ് ഗ്രോ ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ ഓയിൽ ഉള്ളതാണ്. നിങ്ങൾ വേറെ ഒന്നും നോക്കണം. നമ്മളിപ്പോൾ കിച്ചണിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടികളിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓയിൽ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും പെട്ടെന്ന് ഒരുപാട് പൂപ്പലുകൾ വരാനുള്ള ചാൻസ് കൂടുതലുള്ളത്. എക്സാക്ട്ലി സെയിം ആണ് നമ്മുടെ ഹെയറിലോട്ട് വരുമ്പോഴത്തേക്ക്. ഓയിലി സ്കാൽപ്പുള്ള സ്ഥലത്താണ് ഡാൻഡ്രഫ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഡ്രൈ സ്കാൽപ്പിലുള്ളവർക്ക് വരുന്നത് എന്താണ്? ഡ്രൈ സ്കാൽപ്പിൽ കൂടുതലുള്ളത് ഡ്രൈ സ്കിൻ കാരണം ഉണ്ടാവുന്ന ഒരു ഫ്ലേക്കിനെസ് ആണ്. അപ്പൊ ഇത് രണ്ടും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പെട്ടെന്ന് ഡാൻഡ്രഫ് ആണോ ഡ്രൈ സ്കാൽപ്പ് ആണോ എന്ന് മനസ്സിലാവല്ലോ. ഡാൻഡ്രഫ് ആണെങ്കിൽ കൂടുതൽ യെല്ലോയിഷ് കളർ ആയിരിക്കും. മാത്രമല്ല ഈ ഫ്ലേക്കിനെസ്, അതായത് ആ ഒരു തലേന്ന് വരുന്ന പൊടി കൂടുതൽ ഒട്ടി ഇരിക്കുന്ന ടൈപ്പ് ആയിരിക്കും. പക്ഷെ ഡ്രൈ സ്കാൽപ്പിലോട്ട് പോയാൽ ആ ഒരു ഒട്ടലുണ്ടാവില്ല. പൊടി ഇങ്ങനെ നല്ല വെള്ള കുഞ്ഞു പൊടിയായിരിക്കും. ഈ പൊടികൾ നമ്മൾ ഒട്ടലുണ്ടാവില്ല. മാത്രമല്ല നിങ്ങളുടെ ഹെയറിൽ മാത്രമായിരിക്കും ഇതിൽ ആ ഹെയർ ഡ്രൈനെസ് ഉണ്ടാവും. നിങ്ങളുടെ എൻറ്റയർ ബോഡീസിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ആണല്ലെങ്കിൽ മാക്സിമം മുതുകത്ത് അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒരു ചെറിയ കുരുകുര വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇതൊക്കെയാണ് നമ്മൾ ഫംഗസും ഡ്രൈ സ്കാൽപ്പും മനസ്സിലാക്കാനുള്ള എളുപ്പം. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പ് ആണെങ്കിലും ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എങ്ങനെ ഡാൻഡ്രഫ് മാറ്റാം? ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഡാൻഡ്രഫ് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. കുറച്ച് ഒരാഴ്ച 2 ആഴ്ച മിനിമം നമ്മൾ എടുക്കണം. മാത്രമല്ല പിന്നെ ഡാൻഡ്രഫ് വരാതിരിക്കാനുള്ള സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ കീറ്റോകോണസോൾ, സിങ്ക് പൈറത്തോൺ അല്ലെങ്കിൽ കിമിസോൾ എന്ന് പറയുന്ന ഇതിനകത്ത് ഏതെങ്കിലും ഒന്നുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഉള്ള ഒരു ഷാമ്പു വാങ്ങി യൂസ് ചെയ്യാം. ബി ബോഡി വൈസില് അല്ലെങ്കിൽ ഡെർമാ വൈവില് ഗേസർ ലോഷൻ ഇതിനകത്തൊക്കെ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള ഷാമ്പൂസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന്, പിന്നെ ഇത് ആഴ്ചയിൽ നിങ്ങൾ 2 ദിവസം 3 ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഹെയർ ഡ്രൈ ആവും. അപ്പൊ നിങ്ങൾ കൂടെ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുക. പിന്നെ അല്ലാത്ത ദിവസം നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ നിങ്ങൾ നോർമൽ ഷാമ്പുവും കൂടെ ഹെയറിൽ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴും ഇത് ചെയ്യുക, കണ്ടീഷണർ യൂസ് ചെയ്യുക.
നമ്മുടെ ഹെയറിന്റെ ലെങ്തിൽ. കാര്യം എന്ന് വെച്ചാൽ ഈ ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ നോർമൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡ്രൈ ആവും. ഈ ഡ്രൈനെസ് മാറ്റാൻ ഏറ്റവും നല്ലത് കണ്ടീഷണർ. അപ്പൊ കണ്ടീഷണർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഡാൻഡ്രഫ് ഉള്ള ഹെയർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് 2-3 വാഷിന് നന്നായിട്ട് ഹെയർ ലോസ് ഫീൽ ചെയ്യും. അത് നോർമലാണ്, കുഴപ്പമില്ല. അപ്പൊ അത്രയും കാര്യം മനസ്സിലായാലോ. ഇനി അടുത്തേന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് താരൻ പകരോ ഇല്ല. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരിക്കലും താരൻ പകരത്തില്ല. പക്ഷെ നിങ്ങളുടെ ബോഡിയിലോട്ട് താരൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന ടവല് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കോമ്പ്, നിങ്ങൾ ഡാൻഡ്രഫ് ഉള്ള കോമ്പ്, നിങ്ങൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ആ കോമ്പ് ഒന്നുകിൽ ബ്രാൻഡ് ന്യൂ വാങ്ങിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് കഴുകി എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന പില്ലോസ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഹെയർ ബാൻഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, നിങ്ങൾ പില്ലോ കേസ് സ്പെഷ്യലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നൈറ്റ്ലി യൂസ് ചെയ്യുന്ന ഹെയർ ക്യാപ്പുകളില്ലേ, പില്ലോ ക്യാപ്പുകൾ, മുടി പൊട്ടായിരിക്കും, അതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. ഒന്നാമത്തെ കാര്യം, കാരണം ഇതിനകത്തൊക്കെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ വീണ്ടും പകരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതെല്ലാം ക്ലീൻ ആക്കി വെക്കുക. പിന്നെ നിങ്ങൾ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലോത്ത്സ് മാക്സിമം നല്ല വൃത്തിയായിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഓൾറെഡി മുതുകത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊരുമ്പോഴത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒരു ചാൻസും കൊടുക്കല്ല, നമുക്ക് തന്നെ സ്പ്രെഡ് ചെയ്യേണ്ട ചാൻസുകൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ക്ലോത്ത്സ്, ഹെയർ വാഷ് യൂസ് ചെയ്യുന്ന ടവൽസ്, നിങ്ങളുടെ ബ്രഷസ്, നിങ്ങളുടെ സ്കാൽപ്പ് മസാജർ, ബാക്കി എല്ലാ പ്രൊഡക്ട്സും നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി സൂക്ഷിച്ചിട്ട് വേണം റീസ്റ്റാർട്ട് ചെയ്യാൻ. മാത്രമല്ല 2 ദിവസം ഒരിക്കലെങ്കിൽ ഇതെല്ലാം വീണ്ടും റീവാഷ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കാം. പിന്നെ ഒരുപാട് എക്സസീവ് ആയിട്ട് തോന്നുന്നെങ്കിൽ, ഒരുപാട് ഇച്ചിനെസ് ഫീൽ ആവുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഡോക്ടറിനെ കാണാം. കാരണം നിങ്ങളുടെ ആന്റി ഫംഗൽ മെഡിക്കേഷനും കൂടെ എടുക്കേണ്ടി വരും. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ കണ്ടിട്ട് വേണം പിന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടി. ചില ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെ ബോഡിയിൽ വേറെ എങ്ങോട്ടെങ്കിലും ഫംഗസ് സ്പ്രെഡ് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നെറ്റിയിലോ മുതുകത്തോ ഒക്കെ ഈ ഒരു ഫംഗസ് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂസ് ചെയ്യുന്ന ഷാമ്പു തന്നെ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ഷാമ്പു യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കീറ്റോകോണസോളിന്റെ സോപ്പ് വാങ്ങിക്കാൻ കിട്ടും, അത് ഫാർമസിയിലൊക്കെ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. അപ്പൊ നമുക്ക് ആ ഒരു ഫംഗസ് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഡാൻഡ്രഫ് മാറ്റേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായാലോ. പിന്നെ ശ്രദ്ധിക്കുക, കുറച്ച് ടൈം എടുക്കും. പിന്നെ നിങ്ങൾ ഇത് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ഒന്ന് നമ്മുടെ ഹെയർ ഹാബിറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഹാബിറ്റും ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കിയാൽ പിന്നെ തിരിച്ചു വരാതിരിക്കുകയും ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ മുടിയിൽ കായ വരുന്ന കാര്യം എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അതെങ്ങനെ മാറ്റും? ഈ കായും ഒരു ടൈപ്പ് ഫംഗസ് ആണ്. അപ്പൊ മാക്സിമം നിങ്ങൾ നനഞ്ഞ മുടി കെട്ടാതിരിക്കുക. പുറത്ത് പോകുന്നതിന് മുന്നേ കുളിച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയർ ഡ്രൈ ആക്കി വെക്കുക. ഹോട്ട് ഡ്രൈ വേണം, നമ്മൾ ഹെയർ ഡ്രൈ ആയാലും കൂൾ ഡ്രൈ കിട്ടും, അത് യൂസ് ചെയ്തെങ്കിൽ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് പോവുക. കാരണം ഈ നമ്മൾ നനവ് മോയിസ്റ്റ് ഉള്ള ഹെയറിലോട്ട് എൻവയോൺമെന്റിലുള്ള പൊല്യൂഷനും കൂടെ വന്നിട്ടാണ് നമുക്ക് ആ കായ ഫോർമേഷൻ ഉണ്ടാവുന്നത്. സോ അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഇത് മാറുകയും ചെയ്യും. ഇൻ കേസ് നിങ്ങൾക്ക് അത് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ, ആന്റി ഫംഗൽ ഷാമ്പൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യും. അപ്പൊ ഡാൻഡ്രഫും ആ കായയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഓയില് മാക്സിമം ഈ ഡാൻഡ്രഫ്, കായ ഇതൊക്കെ ഉള്ള ആൾക്കാർ മാക്സിമം ഹെയർ ഓയിൽസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ അതൊരു ഫംഗസ് വളരാനുള്ള ഒരു സാഹചര്യം നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ ഓവർനൈറ്റ് ഓയിൽ മാസ്കുകൾ അതൊന്നും വേണ്ട. ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്തേ പറ്റുള്ളൂ, നാച്ചുറലി യൂസ് ചെയ്യെങ്കിൽ ബേസിക് താളി യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുറെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും. കാരണം താളിയിലുള്ള ആ ഒരു പതയ്ക്കൽ അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മുടെ ഓയിൽനെസ് എടുത്തു കളയും. അതുകൊണ്ട് ആ ഒരു താളി യൂസ് ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ല. പക്ഷെ ഓയിൽസ് അവോയ്ഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ Q&Aയിൽ നമ്മൾ പറഞ്ഞിരുന്നത് റെഡ് ലിപ്സിനെ പറ്റി അല്ലെങ്കിൽ പിങ്ക് ലിപ്സിനെ പറ്റിയിട്ട്, ഡാൻഡ്രഫുകളെ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ സിസ്റ്റമിക് സൺസ്ക്രീനെ പറ്റിയിട്ട് ഇതുപോലത്തെ കുറെ കോമൺ ഡൗട്ട്സുകളും വെറൈറ്റി ഡൗട്ട്സുകളും ഒക്കെ ചോദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചത്തെ ക്വസ്റ്റ്യൻ അത് വീണ്ടും പറയാം. ഇത് കുറച്ചും കൂടെ ഒക്കെ ഇതാക്കണേ, നിങ്ങൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അറിയാം, ഞാൻ കമന്റ് ബോക്സിൽ ഇപ്പൊ കുറെ റിപ്ലൈ കൊടുക്കാറില്ല. കൊടുക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ കൊടുത്തെത്തുന്നില്ല. 1, 2 ഞാൻ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യനുകളുടെ ആൻസർ ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നോണ്ടായിരിക്കും. കാരണം ടൈപ്പ് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി ഈസി പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. ഈ വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും, തേഴ്സ്ഡേയും, സൺഡേയും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സാനിയ.